അന്നത്തെ പ്രണയത്തിന് ഇതുപോലെ നിങ്ങളുടെ ഈ വാട്സപ്പിലുള്ള പ്രണയമൊന്നുമല്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് സുഖം ഉണ്ടായിരിക്കും. പക്ഷേ അല്ലേ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം, അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ചേട്ടൻ്റെ പേര് കലാഭവൻ റഹ്മാൻ എന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ചേട്ടനെ. നമസ്കാരം സർ. ഓക്കെ ചേട്ടാ, അപ്പോൾ ഈ മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണല്ലോ വന്നിരുന്നത്. അപ്പോൾ എത്ര വർഷമായി മിമിക്രി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? കുറേ വർഷം. എന്നാലൊരു 30 വർഷത്തേക്കുള്ളായി. കലാഭവൻ ആ ഒരു സമയത്ത് കാലഘട്ടത്തെ ആ ഒരു മൂവി, അന്ന് ഇറങ്ങിയ മൂവിയും ഇപ്പോഴത്തെ ഒരു മൂവിയും തമ്മിലുള്ള ഒരു വ്യത്യസ്തം എന്താണ്, ഒരു ഡിഫറൻസ് എന്താണ് സാറിന് പറയാനുള്ളത്? ഡിഫറൻറ്റ് ഒന്നുമില്ല, ഫിലിം മാറി ഡിജിറ്റലായതാണ് പ്രധാന വ്യത്യാസം. ഡിജിറ്റലായിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും? അങ്ങനെയില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇനിയിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു കൂടെ നിൽക്കുന്ന ഒരു കോ ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിലോ? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടമുള്ള ഒരുപാട് പേരില്ലേ. പറഞ്ഞ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യില്ല. ആ ചോദ്യം തന്നെ തെറ്റാ. അല്ല, ഈ ഫീൽഡിൽ ആരെങ്കിലും ഫ്രണ്ട് ആയിട്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു മൂവിക്കകത്ത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു അനുരാഗമാണല്ലോ, ലവ് ആണല്ലോ കാണിക്കുന്നത്. അത് എങ്ങനെയാണ് സാറിന് തോന്നുന്നത്? എനിക്ക് പരിചയമുള്ള കാലമാണ്. ഞാൻ കോളേജ് ജീവിതം തുടങ്ങുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ. ആ കാലത്തെ ഈ കാലത്തെ പ്രണയം എങ്ങനെയാണ്, എന്താ തോന്നുന്നത്? അല്ല, ഇന്നിപ്പോൾ പ്രണയമൊന്നും പറയാൻ പറ്റില്ല. കാരണം മൊബൈലിൽ കുത്തിയിട്ട് പ്രണയം. അതൊക്കെ നമ്മൾ കത്തൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കും, പോസ്റ്റ്മാനെ കാത്തിരിക്കും. അത് ശരിയാ. പിന്നെ കോള് വരാൻ കാത്തിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെ അതെ അതെ. ഭയങ്കര വ്യത്യാസമല്ലേ ഇന്ന് വന്നു. അതെ അതെ അതെ. ഈ ഒരു മൂവിക്കകത്ത് ചെയ്ത ക്യാരക്ടർ കോമഡി ആണോ അതോ സീരിയസ് വേഷമാണ്? അപ്പോൾ അത് നായികയുടെ അച്ഛനായിട്ട് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഫുൾ സോഷ്യൽ മീഡിയ കൊണ്ടാണല്ലോ എല്ലാവരും ഇതാവുന്നത്. അപ്പോൾ അത് ചേട്ടൻ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ആ ഒരു, എന്ന് വെച്ചാൽ അന്നത്തെ ആയിരുന്നു അല്ല ഇന്നത്തെ ആണ് അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇന്നത്തെയൊക്കെ തന്നെ നല്ലത്. അന്ന് ഈ പറഞ്ഞോട്ട് തുടക്കത്തിലൊക്കെ ടി വി ഏഷ്യാനെറ്റൊക്കെ വന്ന് 94-93 ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. ഈ കാലമല്ലോ ഉറപ്പില്ല. ഓക്കെ. അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ള? ഈ മൂവി അഷ്റഫൊക്കെ അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മുൻഗാമിയാണ് മറ്റേ മിമിക്രിയിൽ. ഞാനൊക്കെ മിമിക്രി കണ്ടു വരുന്ന അദ്ദേഹത്തിൻ്റെ ഒക്കെ പെർഫോമൻസാണ്. അദ്ദേഹം പിന്നെ പ്രൂവ് ചെയ്ത ഡയറക്ടറാണല്ലോ. 4-5 സിനിമയിൽ കൂടുതലെടുത്ത ആളാണ്. പ്രേംനസീറിനെ മോഹൻലാലിനെ വെച്ച് സിനിമ എടുത്ത ആളാണ്. മമ്മൂക്കാനെ വെച്ച്. അല്ലെ, എനിക്ക് പ്രതീക്ഷയാണ്. കാരണം നമുക്ക് ഓരോ സിനിമയും നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമ വിജയിക്കണം എന്നാണല്ലോ ആഗ്രഹം. വലിയ വിജയമാകണമെന്ന് തന്നെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഈ കൂടുതലും കോമഡി ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം, സീരിയസ് അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ താല്പര്യം അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും? അങ്ങനെ താല്പര്യം എനിക്ക് കുറച്ച് അഭിനയ സാധ്യതയുള്ള ക്യാരക്ടർ ചെയ്യാനാണ് താല്പര്യമുള്ളത്. അതിപ്പോൾ അഭിനയ സാധ്യത ഹ്യൂമറിലും അല്ലാത്ത ക്യാരക്ടർ റോളിലൊക്കെ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്യാരക്ടർ അല്ലേ. അപ്പോൾ ഈ പുതിയ പ്രോജക്ട്സ് ഒക്കെ ഇനി അങ്ങോട്ടേക്ക് പുതിയ റിലീസ് ചെയ്ത് ഈ പടം, പിന്നെ നാദിഷയുടെ പടം സംവിധാനം ചെയ്തത്. അത് കോമഡി ക്യാരക്ടറാണോ? അല്ല, സീരിയസ് ആണ്. അതിന് ഞാൻ അർജുന അശോകന്റെ അച്ഛനായിട്ട്. അപ്പൊ കോമഡി ഇപ്പൊ ഇങ്ങനെ ഇല്ല. അതെന്ത് പറ്റി? കോമഡി വേണ്ടേ? ചിരിപ്പിക്കണ്ടേ? അല്ല, ചിരിപ്പിക്കാൻ എല്ലാരെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല. നമ്മള് ഇപ്പൊ ക്യാരക്ടർ ഇന്ന വേണമെന്ന് ചോദിച്ചു വാങ്ങിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതില്ല. നമ്മളിപ്പോ തരുന്നൊരു ക്യാരക്ടർ ചെയ്യാന്നുള്ള അവർക്ക് സംവിധായകന് കൂടി നിർമ്മാതാവിനൊക്കെ ഉറപ്പ് വേണം. ഇയാളെ ഈ വേഷം ചെയ്താൽ നന്നാവും, അങ്ങനെയുള്ള വിളിക്കണം. അപ്പൊ അത് നമുക്ക് ചെയ്യാന്നല്ലാതെ നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം സിനിമ തന്നെ അഭിനയമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നത്. അതൊരു ഭാഗ്യം ഒക്കെ പോലെ ഇരിക്കും. നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈറ്റിൽ ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്നൊക്കെ പറയുമ്പോൾ അത് സാറിന് എന്താണ് അതൊരു ഫീൽ ചെയ്യുന്നത് ആ ഒരു ടൈറ്റിൽ തന്നെ കേൾക്കുമ്പോൾ? ആ ടൈറ്റിൽ എനിക്ക് വളരെ നല്ല ഫീലാണ് ഉള്ളത്. കാരണം എൻ്റെയൊക്കെ ഒരു പ്രണയകാലത്തെ ടൈറ്റിലത്. അപ്പോൾ അതേ നേരത്തെ പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. അന്നത്തെ പ്രണയത്തിന് ഇതുപോലെ നിങ്ങളുടെ ഈ വാട്സപ്പിലുള്ള പ്രണയമൊന്നുമല്ല. തമ്മിൽ കാണലില്ല, കത്തിലൂടെയൊക്കെ ആയിരിക്കും, പ്രാവശ്യം കണ്ടിരിക്കും. അതിനൊക്കെ ഒരു സുഖമുള്ള പ്രണയമായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾക്ക് സുഖം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വന്നതല്ല. എന്ന് വെച്ചാൽ
ഓരോ കാലഘട്ടത്തിലും മാറ്റം വരും. ഇനിയിപ്പോൾ കുറച്ചുകൂടി കാലം പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതിൽ ഡാൻസ് ആട്ടെ. അതെ അതെ അതെ, ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. എല്ലാ കാലവും നല്ലതാണ്. അല്ലേ നമ്മൾ പറയില്ല ഓരോ നാട്ടിലും ഇന്ന ജില്ലക്കാർ മോശം, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജില്ലയിലും നല്ലൊരു മോശമായ ആൾക്കാരുണ്ട്. അതെ അതെ അതെ. ഈ ആലപ്പി നമ്മുടെ സാറുണ്ടല്ലോ, ആലപ്പി അഷ്റഫ് സാറിന്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടോ സാർ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ അതൊരു പുതുമയായിരിക്കും. പുതുമയാണ്. പിന്നെ അഷ്റഫൊക്കെ നമ്മൾ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ കോളേജ് കാലത്തൊക്കെ അഷ്റഫിൻ്റെ മിമിക്രി കണ്ടാണ് ഞാനൊക്കെ മിമിക്രി വരുന്നതിന് മുമ്പ്. അതെ, അതാ ഞാൻ ഈ മിമിക്രിയുടെ കാര്യം ചോദിച്ചു കേട്ടോ. കോമഡി ഇഷ്ടമാണ്. അതിനെന്താ, നമ്മൾ എന്നെ അമ്പലത്തോളം എല്ലാം ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, അതുകൊണ്ടാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ എല്ലാവരും കാണണം. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകളെല്ലാം വിജയിക്കണം. പിന്നെ സിനിമ വരുന്ന വലിയൊരു ഉത്സവകാലത്താണ്, ക്രിസ്മസ്. യെസ്. അപ്പോൾ ഒരു ക്രൈസ്തവ കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണത്. തീർച്ചയായിട്ടും ജനങ്ങളെ ഏറ്റെടുക്കുന്നതന്നെ വിശ്വാസം. അങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജയകരമാട്ടെ. അതെ, ഇനിയും സാർ ഇതുപോലെ നല്ല നല്ല പ്രൊജക്ട്സ് വരട്ടെ, അടിപൊളിയാവട്ടെ. ഇനി കോമഡി ക്യാരക്ടർ ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ടത് കാണാൻ. ശ്രമിക്കാമല്ലോ, ഉറപ്പായിട്ട് വന്നിരിക്കും. ശരി സാർ, താങ്ക് യു സോ മച്ച്.